welcome back to my YouTube channel. അപ്പൊ ഞാൻ ഇന്ന് നമുക്ക് കണ്ണ് എഴുതുമ്പോൾ എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി വരിക കേട്ടോ. എൻ്റെ അടുത്ത് ഞാൻ നാട്ടിൽ നിൽക്കുന്ന സമയത്തായാലും ഇവിടെ വന്നിട്ടായാലും ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു എങ്ങനെയാ കണ്ണ് എഴുതുന്നതെന്ന്. കണ്ണ് നന്നായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ, നന്നായി എഴുതുന്നുണ്ട്, എങ്ങനെയാണ് ലൈൻ ചെയ്യുന്നതെന്ന് ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു എനിക്ക് കണ്ണ് എഴുതുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ ആക്ച്വലി ഒരിടത്ത് പോകാൻ വേണ്ടി നിൽക്കുക, അതേ മുടിയൊക്കെ ഇവിടെ വണ്ണൊക്കെ കെട്ടി ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ കണ്ണ് എഴുതുന്ന വീഡിയോ ആയിട്ട് എടുക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. കണ്ണ് എഴുതുന്ന കാര്യം പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം പറയാറുണ്ട്. അത് ആക്ച്വലി നല്ലൊരു മെമ്മറബിൾ ആയിട്ടുള്ള എന്നും ഓർത്തൊക്കെ വെക്കാൻ പറ്റുന്ന നമുക്ക് ജീവിതത്തിൽ കുറെ കാര്യങ്ങളില്ലേ. പെട്ടെന്ന് കണ്ണ് എഴുതുന്ന ഒരു കാര്യം വീഡിയോ ആയിട്ട് എടുക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിൽ ഓടിയെത്തിയ കാര്യം ഇത് പറയണമെന്നാ. ഉത്സവം ഓണം ടൈമിലൊക്കെയാണ് നമ്മൾ നല്ല പോലെ കട്ട് എഴുതിയിട്ടൊക്കെ പോകുന്നത് കേട്ടോ. അപ്പൊ എന്റെ അനിയത്തി ഉണ്ട്, എന്റെ കസിനാണ്. പുള്ളിക്കാരിക്ക് അവൾക്ക് കണ്ണ് എഴുതാൻ അറിയത്തില്ല. അപ്പൊ അവള് എന്റെ വീട്ടിലല്ല, കുറച്ച് ദൂരമാണ്. അപ്പൊ ഉത്സവത്തിന്റെ ദിവസം അന്ന് രാത്രിയാണ് നമുക്ക് മറ്റേ ഘോഷയാത്ര കാര്യങ്ങളൊക്കെ വരുന്ന സമയമാകുമ്പോഴത്തേക്കും അനിയത്തി വരും. അനിയത്തിയും അവരെ ഫാമിലി എല്ലാവരും കൂടെ നമ്മുടെ വീട്ടിൽ വരും. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഉത്സവം കാണുന്നത് കേട്ടോ. നമ്മുടെ വീടിന്റെ അടുത്താണ് അമ്പലം, അതുകൊണ്ട് ഉത്സവം കാണാൻ കുറച്ച് എളുപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ്. അപ്പൊ അവള് വരും. വന്നിട്ട് എന്റെ ചേച്ചി കണ്ണ് എഴുതാം. ബാക്കി പുള്ളിക്കാരി ഡ്രസ്സൊക്കെ ചെയ്ത് ഫുള്ള് ഒരുങ്ങിയൊക്കെ വരും. എന്നിട്ട് എന്നെ പറയും കണ്ണ് എഴുതി തരുമോ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ കണ്ണെഴുതുന്നെന്ന് പറയുമ്പോഴത്തേക്കും തന്നെ എനിക്ക് പെട്ടെന്ന് അവൾക്ക് കണ്ണെഴുതി കൊടുക്കുന്നത്. ഇപ്പൊ ആരെങ്കിലും എന്റെ അടുത്ത് വന്നിട്ട് എനിക്ക് കണ്ണെഴുതി താ എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് അവൾക്ക് കണ്ണെഴുതി കൊടുക്കുന്ന പോലെയാണ് തോന്നാറ്. അപ്പൊ അത് ദിവസം എനിക്ക് പറയാം. ഫസ്റ്റ് ഞാൻ കണ്ണെഴുതുന്ന വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഓർമ്മ വന്നത് ഈ ഒരു കാര്യം പറയണം എന്നാട്ടോ. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പക്ഷെ എനിക്ക് എന്തോ പറയണം തോന്നി. കണ്ണി നിൽക്കുകയാണ്, അവളിങ്ങനെ കുഞ്ഞായിരുന്നു. ആ സമയത്ത് കുഞ്ഞല്ല, അത്യാവശ്യം വളർന്നിട്ടായാലും എന്റെ അടുത്ത് വരും അവർ കണ്ണൊക്കെ എഴുതാനായിട്ട്. കണ്ണെഴുതി താ ചേച്ചി എന്നൊക്കെ പറഞ്ഞ്. ഇവിടെ ആയാലും എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ ഇതേപോലെ ഒരുങ്ങിയിട്ടൊക്കെ വന്നിട്ട് പറയും എടാ ഒന്ന് കണ്ണെഴുതാ. കാരണം കണ്ണ് എഴുതുക എന്ന് പറഞ്ഞാൽ ചിലർക്ക് എപ്പോഴും കറക്റ്റ് ആണെന്നില്ല. ഒരു സൈഡ് നമ്മൾ കണ്ണെഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേപോലെ തന്നെ മറ്റേ സൈഡ് മിക്കപ്പോഴും ശരിയാവാറില്ല. എനിക്കും ശരിയാവാറുണ്ടായിരുന്നില്ല ആദ്യം. പിന്നെ അത് ഓക്കെ ആയി. നമ്മളത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് ആണല്ലോ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന പ്രോഡക്റ്റ് ഇവിടെ അത് പറയാൻ മറന്നുപോയി. ഞാൻ എടുത്തിരിക്കുന്ന പ്രോഡക്റ്റ് നമുക്ക് നാട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഒന്ന് ഡാസ്ലറിന്റെ ഐലൈനർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ കാജൽ വന്നിട്ട് മെബിലിന്റെ ക്ലോസർ കാജലാണ് കേട്ടോ യൂസ് ചെയ്യണേ. ഇതൊന്നും എനിക്ക് ക്യാമറ, ഞാൻ എന്റെ ഫോണിലാണ് വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. ക്യാമറയൊന്നും നമ്മൾ മേടിച്ച് തുടങ്ങിയിട്ടില്ല ഗൈസ്. അപ്പോൾ ഫോണിൽ എടുക്കുന്നത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇത് തല തിരിഞ്ഞായിരിക്കും അങ്ങോട്ടേ വരിക. കണ്ടോ, എനിക്ക് ഓൾറെഡി ഞാൻ കണ്ണൊക്കെ എഴുതുന്ന സമയത്ത് ഞാൻ പ്രോഡക്റ്റ് ഓരോന്നോരോന്നായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോഴും മനസ്സിലാവത്തില്ല. പക്ഷെ ജസ്റ്റ് എഴുതുന്ന വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ടൊന്ന് ജസ്റ്റ് ഞാൻ കാണിക്കുക എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് ഞാൻ യൂസ് ചെയ്തത്. ചുമ്മാ ഇങ്ങനെ കാണിക്കുക. ഇങ്ങനെ അടുത്തുകൊണ്ടൊന്നും ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ക്യാമറ യൂസ് ചെയ്യാത്തത് കൊണ്ടായിരിക്കും അതിങ്ങനെ തല തിരിഞ്ഞ് വരുന്നത്. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന പ്രോഡക്റ്റ് ഇത് മൂന്നുമാണ് കേട്ടോ. ഇത് മൂന്നാണ് എന്റെ പ്രോഡക്റ്റ്. ഒന്ന് ഡാസ്ലറിന്റെ ലൈനറാണ്, ഐലൈനർ ഡാസ്ലറിന്റെ ആണ്, നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. പിന്നുള്ളത് മെബിലിന്റെ കൊളോസൽ കാജലാണ് ഞാൻ താഴെ ലൈൻ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്ന സംഭവമാണ് നമ്മളുടെ മസ്കാര. കണ്ണ് ഒന്ന് നമ്മുടെ പീവി ഒക്കെ ഒന്ന് വിടർത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കവർഗേളിന്റെ ഇതാണ് കേട്ടോ, മസ്കാരയാണ് എടുത്തിരിക്കുന്നത്. അത്രേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ എപ്പോഴും കണ്ണ് എഴുതുന്നതിന്റെ കൂടെ തന്നെ ഭംഗി കാണണമെങ്കിൽ നമ്മുടെ ഐബ്രോസ് നന്നായിട്ട് ഷേപ്പ് ചെയ്യുക. എന്റെ ഐബ്രോസ് അത്രയ്ക്ക് അങ്ങോട്ട് വലിയ ഐബ്രോസ് ഒന്നുമല്ല, നല്ല കട്ടിക്ക് വളർന്ന ഐബ്രോസ് ഒന്നുമല്ല. ഇത്രേ ഉള്ളൂ എന്റെ ഐബ്രോ, അത്രേ ഉള്ളൂ. അത് ജസ്റ്റ് ഒന്ന് ഞാൻ ഷേപ്പ് ചെയ്ത് കൊടുക്കും, അത്രേ ഉള്ളൂ. എപ്പോഴായാലും നമ്മൾ കണ്ണ് എഴുതിയതിന്റെ ഭംഗി അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഐബ്രോസ് ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ കണ്ണ് എഴുതിയതിന്റെ ഭംഗി നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ വിളവിളാ സംസാരിക്കുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം മുകളിൽ എഴുതിയിട്ട് താഴെ എഴുതാം കേട്ടോ. മുകളിൽ ആദ്യം നമുക്ക് ലൈനർ അപ്ലൈ ചെയ്യാം. എപ്പോഴും നമ്മൾ ലൈനർ യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ പ്രോഡക്റ്റ്, അതായത് നമ്മൾ എടുക്കുന്ന പ്രോഡക്റ്റ് അത് നമ്മളെടുത്ത് എപ്പോഴായാലും നമ്മളുടെ ഈ ഒരു ടിപ്പ് ഭാഗം നല്ല ഒരു എന്താ പറയാ എഡ്ജ് നല്ല ക്ലീൻ ആയിരിക്കണം. പ്രോഡക്റ്റ് ഒന്നും അതിനകത്ത് ഉണ്ടാവരുത്. അങ്ങനെ വേണം എപ്പോഴും നമ്മൾ നല്ല ഷാർപ്പായിട്ടുള്ള ഒരു പോയിന്റ് ആക്കിയിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്ത് തുടങ്ങാനായിട്ട്. ഓക്കെ, നമുക്ക് അപ്പോൾ ഇത് തുടങ്ങാം. ഞാൻ ആദ്യം ഇങ്ങനെ ഒരു പാർഷ്യലി
നമ്മൾ ആദ്യം ഫില്ല് ചെയ്ത് കൊടുക്കും. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. ഈ നമ്മുടെ കണ്ണിന്റെ പകുതി ഭാഗം ആദ്യം ഫില്ല് ചെയ്യുക, ഇവിടുന്ന് അങ്ങോട്ട് ഫില്ല് ചെയ്യുക, എന്നിട്ട് ബാക്കി ഇവിടുന്ന് ഇങ്ങോട്ട് ഫില്ല് ചെയ്യുക. അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. എനിക്ക് അതാണ് കേട്ടോ എളുപ്പം. അപ്പോൾ അടുത്തത് നമ്മളിത് ഇങ്ങനെ ഇപ്പത്തെ ഭാഗത്തൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക, എൻഡ് വരെ എത്തിക്കുക. നല്ല ഭംഗിയില്ലേ? ഇനി നമ്മൾ ഒന്നും കൂടി ഈ ഫില്ല് ചെയ്യാത്ത ഭാഗത്തേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ചെറിയൊരു ഞാനൊരു വാലൊക്കെ പോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു ഭംഗിക്ക്. നമ്മൾ മുകളിലെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇത് നോക്കി, ഇതാണ് കേട്ടോ. അതൊക്കെ ജസ്റ്റ് നമ്മൾ ഒരു ഷേപ്പിന് പോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ചെറിയൊരു വാലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ കണ്ണിന്റെ ഈ താഴ്ഭാഗത്ത് കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം പ്രോഡക്റ്റ്. ഇതാണ് ഞാൻ എടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങിയ പ്രോഡക്റ്റ് തന്നെയാണ്. ഇവിടെ കാനഡയിലൊക്കെ അവൈലബിൾ തന്നെയാണ്. മെല്ലിന്റെ ക്ലോസിൽ കാച്ചിലാണ് ഞാൻ നമ്മളുടെ താഴെ അപ്ലൈ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. ബട്ടർ ലൈനിൽ ആദ്യം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എഡ്ജ് വരെ എത്തിക്കുക. ഇനി നമ്മളുടെ ഈ വാട്ടർ ഞാൻ ആക്ച്വലി 2 ദിവസം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. കാച്ചിൽ ഇട്ടേക്കുന്നതിനെ കൊണ്ടാണ് കേട്ടോ ഒരു ചെറിയൊരു ഷെയ്ഡ് ഉള്ളത്. ആക്ച്വലി ഇങ്ങനെ നമ്മുടെ ഇപ്പുറത്തെ കണ്ണ് നോക്കി അറിയാൻ പറ്റും. ചെറിയൊരു പാടുള്ളത് 2 ദിവസം മുന്നേ ഞാൻ ഈ കാച്ചിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെതാണ് ഇപ്പോഴും ആ പാട് കിടക്കുന്നത്. അപ്പൊ താഴെ എനിക്കിപ്പോ ശരിക്കും പറഞ്ഞാൽ താഴെ എഴുതണ്ട, ബട്ട് ഞാൻ കാണിച്ചു തരാം താഴെ എങ്ങനെയാന്ന്. അപ്പൊ നമ്മൾ ആദ്യം നമ്മളുടെ ഈ ലൈനിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട്, ഞാൻ ജസ്റ്റ് ലൈനിൽ മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഈ പീല് സ്റ്റാർട്ട് ചെയ്യില്ലേ, കൺപീല് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. താഴെയായിട്ട്, അകത്തല്ല താഴെ, അവിടെയും കൂടെ നമ്മൾ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ ഈ എഡ്ജ് ഭാഗം കൂടി ഈ കാജൽ പ്രോഡക്റ്റ് എഡ്ജ് ഭാഗത്തും കൂടി ഒന്ന് കൊടുക്കുക. അതായിട്ടില്ലേ? ഇത്രയേ ഉള്ളൂ. നമ്മൾ താഴെ കാജൽ എഴുതി കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഇതാണ്. ഇനി നമുക്ക് നമ്മുടെ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ പീല് രണ്ടും ഷേപ്പ് ചെയ്യണം. പീല് രണ്ടും ഷേപ്പ് ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്ന പ്രോഡക്റ്റ് കവർ ഗേളിന്റെ, കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, തലവേദനയാണ് വരുന്നത്. കവർ ഗേളിന്റെ ഒരു മസ്കാരയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. കവർ ഗേളിന്റെ മസ്കാര നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അവിടെ നമ്മൾ പ്രോഡക്റ്റ് നല്ല രീതിയിൽ ഒരുപാട് എടുക്കണ്ട, ആക്ച്വലി കുറച്ചെടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കൈ കൊണ്ട് ഇതൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. പ്രോഡക്റ്റ് ഈ പീലിന്ന് എല്ലാ ഭാഗത്തേക്കും കൈ കൊണ്ട് കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. നോക്കൂ, നമുക്കിനി ഈ സെയിം പ്രൊസീജിയർ തന്നെ ഇപ്പുറത്തെ കണ്ണിലും കൂടി ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. അത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഫൈനൽ ലുക്ക് ഇങ്ങനെ ഇരിക്കും. നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും കമന്റ് ചെയ്യുക. ഇത് ആക്ച്വലി വലിയ പാടൊന്നുമില്ല. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നതല്ല, നമ്മുടെ നാട്ടിലെ പ്രൊഡക്റ്റ് തന്നെയാണ്. നാട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. പക്ഷെ ഐലൈനർ ഇപ്പോൾ ഡാസ്ലറിന്റെ യൂസ് ചെയ്യാതെ ഐലൈനേഴ്സ് ഒക്കെ വേറെ കിട്ടും. അപ്പോൾ എനിക്കിത് കുറച്ചും കൂടി കൺവീനിയന്റ് ആണ്. എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് എഴുതാൻ പറ്റുന്നത് നമ്മളുടെ ഡാസ്ലർ ആയതുകൊണ്ടാണ്
ഞാനത് യൂസ് ചെയ്തത് കേട്ടോ. പക്ഷെ ഇവിടെ തന്നെ നമുക്ക് നല്ല കുറേ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അതേപോലെ നാട്ടിലും നല്ല പ്രൊഡക്റ്റ് വേറെ അവൈലബിൾ ആണ്. മെബിലിൻ്റെ തന്നെ നല്ല ഐലൈനേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ യൂസ് ചെയ്യാം. അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ശരിക്കും നിങ്ങളുടെ വിലപ്പെട്ട ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ നന്നായിട്ട് നിങ്ങൾ പറഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ ഇമ്പ്രൂവ് ആകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആ വിലയേറിയ കമൻറ്റുകളും വിലയേറിയ ലൈക്കും ഒക്കെ എനിക്ക് ഭയങ്കര പ്രധാനമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.